മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. സന്നിധാനത്ത് ഇന്നു മുതൽ പുതിയ ദർശന ക്രമീകരണവും ഏർപ്പെടുത്തുന്നു. എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, പുതിയ ദർശന ക്രമീകരണത്തിന്റെ പരീക്ഷണം കൂടിയാണ് നടക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, മീനമാസ പൂജകൾക്കായി 5 മണിയോടുകൂടിയാണ് ശബരിമല നട തുറന്നത്. വലിയ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. വലിയ തോതിലുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു. കൂടുതൽ പേരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അന്യ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ എത്തി. ഈ ദർശന കാലത്ത് ഈ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ വലിയ പ്രത്യേകത പുതിയ ദർശന രീതി തന്നെയാണ്. ഈ ബലിക്കലിന് സമീപത്തോടുകൂടി നേരിട്ട് നടയിലേക്ക് ദർശനം നടത്താനുള്ള ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ രീതി നടപ്പിലാക്കുന്നതോടുകൂടി തിരക്ക് കുറയുകയും ഭക്തർക്ക് കൂടുതൽ സമയം ദർശനത്തിലുള്ള ഒരു സമയം ലഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുറച്ചു മുമ്പ് നമ്മളോട് പറഞ്ഞത്. 10 മുതൽ 25 സെക്കൻഡ് വരെ ഭക്തർക്ക് പുതിയ സംവിധാനം വഴി ദർശനത്തിന് അവസരം നൽകും. എന്തായാലും പുതിയ രീതിയെക്കുറിച്ച് ഭക്തർക്ക് പറയേണ്ടത് ഉൾപ്പെടെ നമുക്ക് അറിയേണ്ടത് ചേട്ടാ, പുതിയ രീതി നടപ്പിലാക്കുന്നുണ്ട്. ഇങ്ങനെ നേരിട്ട് അപ്പോൾ ഉപയോഗപ്രദമല്ലേ? തിരക്ക് കുറയാൻ സഹായിക്കില്ലേ? தெரியல, போய் பார்த்தா தான் தெரியும். இப்போ எப்படி இருக்குன்னு தெரியல. முன்னாடியோட இப்போ டைம் அதிகமாகிற மாதிரி ஃபீல் ஆகுது. അതാണ്. ഓക്കെ, എന്തായാലും പുതിയ രീതി നടപ്പിലാക്കിയെങ്കിലും മേൽപ്പാലത്തിലൂടെ ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന ഭക്തരെ നിലവിൽ കയറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മേൽപ്പാലത്തിലും വലിയ തോതിലുള്ള തിരക്കുണ്ട്. അത് ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന ഭക്തരെയാണ് മേൽപ്പാലത്തിലൂടെ കൂടി കയറ്റിവിടുന്നത്. കൂടുതൽ ഭക്തരും കേരളത്തിന് പുറത്തുള്ളവർ ആണെന്നതാണ് ഈ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴുള്ള വലിയ പ്രത്യേകത. മേൽപ്പാലത്തിലൂടെ നിരവധി ഇരുമുടിക്കെട്ടില്ലാത്ത ഭക്തർ ദർശനത്തിന് വേണ്ടി എത്തുന്നു. എന്തായാലും ശബരിമലയിൽ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇന്നു മുതൽ പുതിയ ദർശന ക്രമീകരണം. അതിലൂടെ കൂടുതൽ നേരം ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമുണ്ടാകുമെന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ.